ജി പറഞ്ഞ സിസ്റ്റം ഒരിക്കലും ഉണ്ടാവില്ല ബ്രോ. അത് തന്തനെയും തള്ളനെയും മലപ്പുറം ജില്ലക്കാർ അവിടെയും ഇവിടെയും കൊണ്ടുപോയിടില്ല. ഞാൻ മലപ്പുറം ജില്ലക്കാരായതുകൊണ്ട് മലപ്പുറം ജില്ലയെ പൊക്കി പറയുന്നതല്ല. അവിടുത്തെ ഓരോ സിസ്റ്റങ്ങളും വേണമെങ്കിൽ ഞാൻ എനിക്ക് പറഞ്ഞുതരാം. ഇതിൽ വേറെയും കുറേ കമൻറ്റുകളൊക്കെ കണ്ടു. അച്ചുവീട്ടിൽ താമസിക്കും. മലപ്പുറം ജില്ലക്കാർ ചില ആൾക്കാർ അച്ചുവീട് കണ്ട കാലം മറന്നിട്ടുണ്ടാവും. അതൊന്ന് പോവും, ഒന്ന് വരും. അത് മക്കളായിട്ടൊന്ന് പോകും, അവിടെ താമസിക്കൊന്നുമില്ല, അതേമാതിരി പോരും. ഇനി പ്രവാസത്തിലാണെങ്കിൽ തന്നെ മലപ്പുറം ജില്ലക്കാർക്കുള്ള പ്രത്യേക ഒരു ഇതുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇനി ഭാര്യനോട് പറയും, അമ്മോശാക്കും അമ്മായിമാക്കും വല്ല പെരുന്നാളും കാര്യങ്ങളും വരുമ്പോൾ അവർക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കുക, അല്ലെങ്കിൽ പൈസ കൊടുക്കുക. ഇതൊക്കെയാണ് അവിടുത്തെ ഓരോ സിസ്റ്റങ്ങൾ. പിന്നെ ജി പറഞ്ഞാൽ ഞങ്ങളെ ഈ മലപ്പുറം ജില്ലക്കാർ ഇനി പ്രവാസത്തിലുള്ള 2-3 ആൾക്കാർ വിദേശത്തുള്ള മക്കളും കാര്യങ്ങളും തന്തിയും തള്ളിയും നാട്ടിലൊക്കെ ആണെങ്കിൽ ഈ പൈസ മുഴുവൻ അയച്ചു കൊടുക്കണം. വീട് വെക്കാനും സ്ഥലം വാങ്ങാനും ഇതിനൊക്കെ കൊടുക്കണ ആരുടെ കയ്യില? ഈ തന്തൻ്റെ കയ്യില. ഈ തന്തയാണ് പിന്നെ അവിടെ നിയന്ത്രിക്കുന്നത്. ഞങ്ങളെ ജില്ലനെ പൊക്കി പറയുന്നല്ല, അവിടുത്തെ ഓരോ സിസ്റ്റം പറഞ്ഞു തരാന്നുള്ളൂ. ഈ തന്തയാവും, ഇവൻ്റെ തന്തയാവും ഈ പൈസ അയച്ചു കൊടുക്കുക. ഈ തന്തൻ്റെ പേരിലാവും വീട് വെക്കാനും സ്ഥലം വാങ്ങാനും വണ്ടി വാങ്ങാനും എല്ലാ സിസ്റ്റങ്ങളും ഈ തന്തനോട് സംസാരിച്ചിട്ടേ എല്ലാം ചെയ്യുള്ളൂ. സ്വന്തം ഇഷ്ടം ഒരിക്കലും ഞങ്ങളെ ജില്ലക്കാർ ചെയ്യൂല. തന്തൻ തള്ളൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പിന്നെന്താ വെച്ചാൽ പിന്നെ അവർ വീട് വെച്ച് മാറിപ്പോയാൽ തന്നെ അവിടെ ആരാ ചെറിയ മോനെ വെച്ചാൽ അവൻ്റെ കൂടെ ആവും. പിന്നെ ആ ഉമ്മയും ഇപ്പയും കഴിയുക. പിന്നെ ബന്ധങ്ങൾ വേർപെടൊന്നുമില്ല. ഇവർ അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് വരും. ഇനി ഇവിടെ വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അങ്ങനെയും സഹായിക്കും. അങ്ങനെ കഴിയുന്ന ഒരു ഇതാണ് മലപ്പുറം ജില്ലയിൽ പറഞ്ഞാൽ. ഞങ്ങളെ ജില്ലേനെ പൊക്കി പറയുന്നില്ല, ഞാൻ അവിടുത്തെ ഓരോ സിസ്റ്റങ്ങൾ പറഞ്ഞുതരാം. അതിന് അവിടുത്തെ ഓരോ സിസ്റ്റങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ അവിടെ 1 മാസം 2 മാസമെങ്കിലും ഒന്ന് ഒരു കോട്ടേഴ്സൊക്കെ എടുത്ത് കണ്ട് ഒന്ന് താമസിച്ച് നോക്കണം. ഒരു ഉപദ്രവ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, സ്നേഹം മാത്രമേ. പിന്നെ ഈ പറയുന്ന ആൾക്കാർ വെറുതെ ഈ കമൻറ്റ് ബോക്സിലൊന്ന് ഛർദ്ദിക്കുന്ന ആൾക്കാർ അവരിങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് അവർക്ക് ഈ ഏറ്റവും ദേഷ്യം വരുന്നത്. ഇങ്ങനെ ഓരോ പ്രവൃത്തി നമ്മളൊരു തെറ്റ് ചെയ്താൽ നമുക്ക് ഏറ്റവും കൂടുതൽ സംശയം വരുന്നുണ്ടെങ്കിൽ, അതുപോലെ ഞാനൊരു ഉദാഹരണം പറയാണ്. തെറ്റ് ചെയ്താൽ നമുക്ക് ഒരാളെ സംശയം കാര്യങ്ങൾ അതൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ ഓൻ അത് എടുക്കുമോ, ഓൻ അതേമാതിരി ചെയ്യുമോ, ഇനി ഓനെ വീട്ടിലാക്കി പോകാൻ പറ്റുമോ, ഈ ഒരു സംശയങ്ങളൊക്കെ നമുക്കിങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമ്മളെന്താണ്, എന്തുകൊണ്ടാണ് ആ സംശയം വരുന്നത്? നമ്മൾ ആദ്യം ചെയ്ത തെറ്റുകളാവും അതൊക്കെ. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ഏറ്റവും സംശയങ്ങൾ നമുക്ക് വരുന്നത്. നമ്മൾ ചെയ്തൊരു തെറ്റിനെ നമ്മൾ ഒരു വീഡിയോ ആയിട്ടോ കമൻ്റായിട്ടോ നമ്മളിത് ചെയ്തൊരു തെറ്റാണ് ആ വീഡിയോയിൽ കാണുന്നതെന്ന് വെച്ചാൽ അവർക്ക് ഭയങ്കര ഇതേക്കാരം കമൻ്റ് എഴുതാനും ഇതിനൊക്കെ നല്ല തെറി കമൻറ്റും കാര്യങ്ങളൊക്കെ വിടാനും. കാരണം അവരിത് ചെയ്ത തെറ്റുകളാവും. അതുകൊണ്ടാണ് ഇങ്ങനത്തെ കമൻറ്റുകൾ കാര്യങ്ങളൊക്കെ വരുന്നത്. പക്ഷേ മലപ്പുറം ജില്ലയിലത്തെ ആൾക്കാരിങ്ങനെ പുറത്തുള്ള ഇതിലൊന്നും ഒരിക്കലും തന്തനെയും തള്ളനെയും കൊണ്ടുപോയിടില്ല. അത് 100% ഉറപ്പാണ്. അവിടെ ശരിക്കും നോക്കുന്ന ടീം തന്നെയാണ് എൻ്റെ അഭിപ്രായത്തിൽ. എൻ്റെ ജില്ലനെ പൊക്കി പറയുന്നതല്ല, നല്ല നിലക്ക് ശരിക്കും നോക്കി തന്നെ ചെയ്യും. പിന്നെ അച്ചുവീട്ടിലും അവിടെയും ഇവിടെയൊന്നും പോയി മലപ്പുറം ജില്ലക്കാർ താമസിക്കൂല. പിന്നെ അങ്ങനെ കൊണ്ടുപോയിടില്ല. പിന്നെന്താ വെച്ചാൽ പിന്നെ ഉപ്പയും ഉമ്മയും ജീവിച്ചിരിപ്പുണ്ട്. ഇപ്പം ഉദാഹരണത്തിന് ദമാമിൽ തന്നെ ഒരു 15 വർഷം മുന്നേ ഞാൻ ദമാമിലുണ്ടായിനി. ഒറ്റ വർഷം അൽക്കോബാറിൽ. അങ്ങനെ അവിടെ നിന്നപ്പോൾ ഒരു സുഹൃത്തിൻ്റെ ഉമ്മ മരിച്ചപ്പോൾ ഏത് ജില്ലയെന്ന് ഞാൻ പറയില്ല. ഞാൻ ടെൻഷനായിരിക്കണപ്പോൾ ചോദിച്ചാൽ പോയിക്കൂടെ നനക്ക് എന്നൊക്കെ ചോദിച്ചപ്പോൾ പോയതൊന്നുമില്ല, അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. പക്ഷേ ഞങ്ങളെ ജില്ലക്കാരങ്ങനെയല്ല. ഉമ്മയായാലും ഉപ്പയായാലും മരണപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് എമർജൻസി ടിക്കറ്റ് എടുത്ത് നാട്ടിലെത്തിയിരിക്കും. ആ ഉമ്മാനൊരു നോക്ക് മരിച്ചു കഴിഞ്ഞാലും ഉമ്മാനൊരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയിരിക്കും. ആ മറവ് ചെയ്യുന്നതിൻ്റെ മുന്നേ അവിടെ എത്തിയിരിക്കും ഞങ്ങൾ. അത് ഞങ്ങളെ ഓരോ പ്രത്യേകതയാണ്. നമ്മളെ ജില്ലക്കാർ മലപ്പുറം ജില്ലക്കാർ മാത്രമല്ല കേട്ടോ, പല ജില്ലയിലും ഉണ്ടാവും നല്ല ആൾക്കാരും മോശപ്പെട്ട ആൾക്കാരൊക്കെ. ഓക്കെ.